ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പാവത്തിന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാനാവുമായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന നിങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഓടി വരുമായിരുന്നു. അത്രത്തോളം ഈ സ്ത്രീ അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കുക. പലപ്പോഴും അച്ഛനോടൊന്നും പറയാൻ പറ്റാതെ പോയതും അതുകൊണ്ടാ. നിർത്തടി. അച്ഛാ, ഇവള് പറയുന്നതെല്ലാം കല്ല് വെച്ച നുണകളാ. അച്ഛൻ എന്നെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കാൻ പോകുന്ന വിവരം അറിഞ്ഞ് ഇയാളെയും കൂട്ടി വന്ന് നാടകം കളിക്കുക. എന്നെ ഇവരെല്ലാം കൂടി ചേർന്ന് ടാർഗറ്റ് ചെയ്യുക. ഇയാള് അർച്ചനയുടെ കയ്യിലെ വെറും കളിപ്പാവയാ. കള്ളം പറയുന്നതിനും അപ്പുറം ഒരു തെളിവ് എനിക്കെതിരെ തരാൻ ഇവർക്കൊന്നും കഴിയില്ല. എനിക്ക് കഴിയുമെങ്കിലോ? അവന്തികയ്ക്കെതിരെ തെളിവ് തരാൻ പറ്റിയ ഏറ്റവും നല്ലയാള് ഞാൻ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ അന്ന് നന്ദേട്ടൻ നിർബന്ധിച്ചതുകൊണ്ടല്ല ഞാൻ നെല്ലിശ്ശേരി വീട്ടിലോട്ട് വന്നതും ഇവിടെ താമസം തുടങ്ങിയതും. ഈ വീടും നിങ്ങളെല്ലാവരെയും നശിപ്പിക്കാൻ പ്രതികാരദാഹത്തോടുകൂടി ഇവിടേക്ക് കയറി വന്ന അവന്തികയുടെ കയ്യാളായിട്ടാ ഞാൻ ഈ വീട്ടിലോട്ട് വന്നത്. നീയൊരു നല്ലവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും നന്ദനും സച്ചിക്കും ഒക്കെ തോന്നണം. ചുരുക്കി പറഞ്ഞ നീ അവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കണം. മിടുക്ക്, വിശ്വാസം, ഈ 3 അക്ഷരമുള്ള വാക്കുകളിൽ തൂങ്ങി നിന്ന് വേണം വഞ്ചന എന്ന 3 അക്ഷരമുള്ള വാക്കിൽ ചവിട്ടി നിന്ന് നമുക്ക് നേടാനുള്ളതൊക്കെ നേടാൻ. എല്ലാത്തിനും അവസാനം നീ വരാൻ പോകുന്നത് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ വൈസ് പ്രസിഡന്റ് ക്യാബിനിൽ നിന്ന് നെല്ലിശ്ശേരി കുടുംബം എന്ന വലിയ വീടിന്റെ ഗൃഹനാഥനായ സേതുമാധവന്റെ സിംഹാസനത്തിലേക്കാ.
ഞാൻ പറഞ്ഞത് സത്യമാണ്. പൊതുമധ്യത്തിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിന്ന് പറയണ്ട, നിനക്ക് വേണ്ടി. അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നിനക്കറിയാമോ, നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ഒരു കൊടും ക്രിമിനലാ, കൊലപാതകയാ. എന്റെ കൂടെ നിന്ന് എല്ലാത്തിനും പങ്കുപറ്റിയവനാ. എല്ലാത്തിന്റെയും തെളിവുകൾ എന്റെയിലുണ്ട്. അറിയാം, എനിക്കെല്ലാം അറിയാം. നോക്കച്ചാ, എല്ലാരും കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുക. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛനെങ്കിലും മനസ്സിലാക്കുന്ന ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അച്ഛനും ഇപ്പൊ എന്നെ കൈവിട്ടു. നന്ദിയില്ലാത്ത കുടുംബം. നിങ്ങൾ ആരൊക്കെ എന്നെ വെറുത്താലും എന്റെ നന്ദേട്ടൻ എന്നെ മനസ്സിലാവും. ആ പാവത്തിന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാനാവുമായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന നിങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഓടി വരുമായിരുന്നു.